അതുപോലെ നമ്മൾ ഈ കേരളത്തിൽ നിന്നുള്ള ക്രിക്കറ്റ് താരങ്ങൾ പറയുമ്പോൾ ഒരുപക്ഷെ ഏറ്റവും സക്സസ് ആയിട്ടുള്ള മറ്റൊരാളാണ് ശ്രീശാന്ത് എന്ന് പറയുന്നത്. ശ്രീശാന്ത് എന്ന് പറയുന്നത് 3 ഫോർമാറ്റിലും ഇന്ത്യക്ക് വേണ്ടി കളിച്ച ആളാണ്. ടെസ്റ്റിൽ നല്ല ഒരു പെർഫോമൻസ് ഉള്ള ആളായിരുന്നു. അധികം ലോകകപ്പ് ജയിച്ചു. അതെ അതെ, 2 ലോകകപ്പ്, ഏകദിന ലോകകപ്പും 20 ലോകകപ്പും ടീമിലുണ്ട്. ഏകദിനവും 2020 കളിച്ച ആളാണ്. പക്ഷേ ഈ ശ്രീശാന്തിന് ഒരിക്കലും സഞ്ജുവിന് കിട്ടിയ പോലത്തെ ഒരു സപ്പോർട്ട് മലയാളികൾ കൊടുത്തിട്ടില്ല എന്ന് സാറിന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട് പലപ്പോഴും. അത് സഞ്ജുവിൻ്റെ പെരുമാറ്റം, ശ്രീശാന്തിൻ്റെ പെരുമാറ്റം കാരണം. പെരുമാറ്റം എന്ന് പറഞ്ഞാൽ എനിക്കൊരിക്കലും ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഞങ്ങൾ വളരെ സന്തോഷമായിട്ട് തന്നെ ഇൻട്രാക്ട് ചെയ്തിട്ടുള്ളൂ. പക്ഷെ പലർക്കും ശ്രീശാന്തിന് കുറച്ച് അഹങ്കാരമാണ്, അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ PR-ൻ്റെ കാര്യത്തിൽ കുടുംബമൊക്കെ കുറച്ചധികം മീഡിയയിൽ വരുന്നു, അങ്ങനെയൊക്കെ പല ആരോപണങ്ങളും ഉണ്ടായിരുന്നു. സഞ്ജുവിനെ പറ്റി ഞാൻ ഇന്നലെ രാജസ്ഥാനിൽ വർക്ക് ചെയ്തിരുന്ന കോച്ചിനോടൊക്കെ സംസാരിച്ചപ്പോൾ അവർ ആദ്യം പറഞ്ഞത് എല്ലാവർക്കും അവനെ വലിയ കാര്യം, അതിനൊരു കാരണം എന്താന്ന് പറഞ്ഞാൽ കളിയിൽ മാത്രമല്ല ശ്രദ്ധ, ബാക്കി ഇപ്പോൾ സഞ്ജു വരുന്ന ആ ഏരിയ, വിഴിഞ്ഞം ആ ഭാഗത്ത് എത്രയോ അനേക ആൾക്കാരെ സഹായിച്ചിട്ടുണ്ട്. അവർക്ക് വീട് കെട്ടാൻ പൈസ കൊടുക്കുക, അല്ലാതെ വിധത്തിൽ സഹായിക്കുക. അപ്പം ഇതൊക്കെ നാട്ടുകാർ അറിയുകയും ചെയ്യും. അതനുസരിച്ചിട്ട് ആ ഒരു പോപ്പുലാരിറ്റി ഉണ്ട് തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഈ സഞ്ജുവിന് ഒരു നെയ്ബർഹുഡ് ക്വാളിറ്റി ഉണ്ട്, ഒരു ഇമേജും ഉണ്ട് ആളുകൾക്കിടയിൽ. ശ്രീശാന്ത് കുറച്ചുകൂടി ഒരു അപ്പർ ക്ലാസ് ആണ്, എന്നാൽ സഞ്ജു ഒരു നെയ്ബർഹുഡ് ആണ് എന്നുള്ളൊരു തോന്നലും കൂടി ഉണ്ടെന്ന്. നമ്മൾ ശ്രീശാന്തിൻ്റെ കരിയർ എനിക്ക് തോന്നുന്നു സാറ് ക്രിക്കറ്റൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന കാലത്ത് ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്ന ഒരാളായിരുന്നു. എങ്ങനെയാണ് ശ്രീശാന്ത് എന്ന് പറയുന്ന ഒരു ബോളർ എങ്ങനെയാണ് ഓർക്കുന്നത്? എങ്ങനെയാണ് ശ്രീശാന്തിൻ്റെ ഗുഡ് ശ്രീ ബാഡ് ശ്രീ എന്നായിരുന്നു ഗ്രെഗ് ചാപ്പൽ പറയുക. ഗുഡ് ശ്രീ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല ബോളേഴ്സിൽ ഒരാളായിരുന്നു. ബാഡ് ശ്രീ വളരെ മോശമാവാനും പറ്റും. അത് പക്ഷെ ഇവിടെയായിരുന്നു പ്രശ്നം. ആ ഫോക്കസ് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ അറിയും. ചാപ്പൽ കോച്ചായിരുന്നപ്പോൾ കുറേ കാലം ആ ഫോക്കസ് ഉണ്ടായിരുന്നു. പിന്നെ സ്കില്ലിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ അതുപോലെ ഒരു ബോൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹിർ ഖാനും കൂടി അത്ര കൺസിസ്റ്റൻ്റ് ആയിരുന്നില്ലേ സീം പൊസിഷൻ്റെ കാര്യത്തിൽ. അത് ഞാൻ വെറും ഒരു പത്രപ്രവർത്തകനാണ്. എൻ്റെ ഒന്നും കളിയെപ്പറ്റി വളരെ വിവരമുള്ള ആലൻ ഡൊണാൾഡ്, ഗ്ലെൻ മെഗ്ര ഇവരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് അസൂയാണ് ഇത് കാണുമ്പോൾ, ഇത്രയും പെർഫെക്റ്റ് സീം പ്രസൻറ്റേഷൻ. ടെസ്റ്റിലായിരുന്നു ശ്രീശാന്തിൻ്റെ ഒരു പീക്ക് തോന്നുന്നല്ലേ? അതെ, പ്രത്യേകിച്ച് ആ 2006-07 സൗത്ത് ആഫ്രിക്കയിൽ നമ്മൾ പോയപ്പോൾ. അപ്പോൾ ശരിക്കും അൺപ്ലേയബിൾ ആയിരുന്നു. ഏതൊരു ബാറ്റ്സ്മാനെ നിങ്ങൾ അവിടെ വെച്ചാലും അവർക്ക് അത് കളിക്കാൻ പറ്റില്ലായിരുന്നു. കാലീസിനെതിരെയുള്ള ഒരു ഡെലിവറി അത് 2010 ഡർബനിൽ. അതുപോലെ ഈ ഗ്രെഗ് ചാപ്പൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ശ്രീശാന്തിന് ഇഷ്ടമായിരുന്നു തോന്നുന്നു. കാരണം അത് റോസി മെന്റാലിറ്റിയും അതിനോട് ചേർന്ന ഒരു അഗ്രസീവ് ഒക്കെ ഉള്ള ആളായിരുന്നു ശ്രീശാന്ത്. പക്ഷെ എനിക്ക് തോന്നുന്നു കേസ്റ്റിന്റെ കാലത്താണോ ശ്രീശാന്തിന് കുറച്ചുകൂടി അവസരം? കേസ്റ്റിന്റെ കാലത്ത് കുറെ ധോനിക്ക് പേഷ്യൻസ് നഷ്ടപ്പെടുക ചെയ്ത് ശ്രീശാന്തിന്റെ. എന്താ വെച്ചാൽ പലപ്പോഴും ഇവർ പറഞ്ഞു കൊടുക്കണ കാര്യം ശ്രീശാന്ത് പിച്ചിൽ പോയി ചെയ്യണ കാര്യം വളരെ വ്യത്യാസമായിരിക്കും. എനിക്ക് ഓർമ്മ ട്രെൻഡ് ബ്രിഡ്ജിൽ നമ്മൾ 2011 അവർ ഇംഗ്ലണ്ട് 124 8 വിക്കറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. പിന്നെ ടെസ്റ്റിൽ നമുക്ക് വലിയൊരു ലീഡ് കിട്ടാനുള്ള സാധ്യതയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത സെഷൻ ഈ ബോളർമാരൊക്കെ ഒരു എന്താ പറയുക, ഒരു തോട്ടും ഇല്ലാതെ പോയി എറിഞ്ഞു. എന്നിട്ട് ഗ്രേം സ്വാണും സ്റ്റുവർട്ട് ബ്രോഡും കൂടി അവരെ നമ്മുടെ ടോട്ടലിന് അടുത്തെത്തിച്ചു, അവർ ജയിച്ചു. അതിനുശേഷം ധോനിക്ക് വിശ്വാസം പോയി കുറേ. എനിക്ക് തോന്നുന്നു ഈ വൈറ്റ് ബോളിൽ പ്രത്യേകിച്ച് വൺഡേയിലും T20 ശ്രീശാന്ത് കുറച്ചുകൂടി റൺസ് കൺസീഡ് ചെയ്യുന്ന ആളാണെന്ന് തോന്നുന്നു. അതിൽ പക്ഷെ ഒരു പ്രശ്നമില്ല. എന്താ വെച്ചാൽ നമുക്ക് വിക്കറ്റ് എടുക്കാൻ പറ്റുന്ന ബോളർമാർ വേണം. ഇപ്പോൾ ഒരാൾ T20 പ്രത്യേകിച്ച് ഒരു 3 for 40 എടുക്കേണ്ടതാണ് എങ്ങനെയായാലും മറ്റേ നൺ ഫോർ 30 ഒന്നും ഭേദം. ആ ഇക്കോണമി മാത്രം നോക്കിയിട്ടല്ല, വിക്കറ്റ് എടുക്കുമ്പോൾ എക്കോണമി റേറ്റ് തന്നെ താഴത്തേക്ക് വരും. അതുപോലെ ഈ ശ്രീശാന്തിന് ഇപ്പോൾ ഇന്ത്യൻ ടീമിൽ ഒരു ബാക്ക് ചെയ്യാൻ ആളുണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഗോഡ് ഫാദർ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ കരിയർ അങ്ങനെ അവസാനിക്കില്ല എന്നൊന്നും പലരും പറയാറുണ്ട്. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അല്ല, അതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. എന്താ വെച്ചാൽ ശ്രീശാന്തിന് അനേക ചാൻസ് കിട്ടി. 37 ടെസ്റ്റായിട്ട് കളിച്ചു. അത് അധിക പേരൊന്നും ഇന്ത്യക്ക് അത്ര കളിയൊന്നും കളിച്ചിട്ടില്ല. 2 വേൾഡ് കപ്പ് സ്ക്വാഡിലും. അതെ, എല്ലാ വേൾഡ് കപ്പ് സ്ക്വാഡിലും ഉണ്ടായിരുന്നു. പിന്നെ ഗാരി കേസ്റ്റനായാലും അതിനു മുമ്പ് ചാപ്പലിനായാലും അവർക്കൊക്കെ വിശ്വാസം ഉണ്ടായിരുന്നു. അതനുസരിച്ച് പലപ്പോഴും പെർഫോം ചെയ്തിട്ടുമുണ്ട്. പക്ഷെ ഒരു മാനസികമായിട്ടൊരു സ്ഥിരത ഉണ്ടായിരുന്നില്ല ആ പെർഫോമൻസിൽ. മറ്റേ സ്കിൽസിൻ്റെ കാര്യത്തിൽ ആരും സംശയിച്ചിട്ടില്ല ശ്രീശാന്തിന്. ആ മെൻ്റൽ സ്റ്റെബിലിറ്റി ഉണ്ടോയെന്നായിരുന്നു എപ്പോഴും ഒരു ചോദ്യം.
ഞാൻ പറയുന്നത് ആ ഒരു കളിക്കുന്ന സമയത്തല്ല അദ്ദേഹത്തിന്റെ ഒരു വിവാദം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കരിയർ എൻഡാവും നമുക്കറിയാം ഒരു കോഴ വിവാദത്തിലൂടെയാണ്. ആ സമയത്ത് അദ്ദേഹത്തിന് ഒരു അത് ബാക്കിംഗ് കുറച്ച് കളിക്കാരായിട്ടും തെറ്റിയിട്ടൊക്കെ ഉണ്ട്. തെറ്റിയിട്ടെന്നല്ല, അവർക്കൊരു ഇപ്പം നേരത്തെ സഞ്ജുവിൻ്റെ കാര്യം പറഞ്ഞു. സഞ്ജു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വലിയ കാര്യമാണ്, കളിക്കാരായാലും കോച്ചസ് ആയാലും. ശ്രീശാന്തിൻ്റെ ആ ഒരു ക്യാരക്ടർ കാരണം ചില ആൾക്കാർ അങ്ങനെയാണ്, ഞാൻ കുറ്റം പറയല്ല, അവരുടെ പേഴ്സണാലിറ്റി അങ്ങനെ എല്ലാവർക്കും അവരെ ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. ഇപ്പോൾ ഓസ്ട്രേലിയൻ ടീമിൽ പണ്ട് ഷെയ്ൻ വോൺ, ഡാരൻ ലീമൻ, ഇങ്ങനെ കുറച്ച് കളർഫുൾ ആയിട്ടുള്ള വ്യക്തികൾ. ശ്രീശാന്തും അതേപോലെ. അങ്ങനത്തെ ആൾക്കാർ എല്ലാവർക്കും പൊരുത്തപ്പെട്ടില്ല. അപ്പോൾ ഷെയ്ൻ വോണും സ്റ്റീവ് വോ ഒരിക്കലും സുഹൃത്തുക്കളായിരുന്നില്ല. അപ്പം അങ്ങനത്തെ അത് പേഴ്സണാലിറ്റിയുടെ ഒരു കാര്യമാണ്. ഇപ്പം സഞ്ജുവിനെ നേരെ മറിച്ച് എല്ലാവർക്കും വലിയ കാര്യമാണ്. അതെ അതെ, ഈ ഫ്രാഞ്ചൈസികളടക്കം ചെന്നൈ പോലും കൊണ്ടുവരുന്നത് ആ ഒരു ഫാൻ ബേസ് കൂടിയും കണ്ടിട്ടാന്ന് തോന്നുന്നു.